ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇൻകം ടാക്സ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ടൊരു റവന്യൂ ആണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണെങ്കിൽ, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻകം ടാക്സ് എന്ന് പറയുന്നത് റവന്യൂ ആണ്. ഗവൺമെൻറ് ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് തന്നെ ഇൻകം ടാക്സ് ആണ്. റവന്യൂ സോഴ്സ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആണ്. നമ്മുടെ രാജ്യത്തെ ഓരോ ഇൻഡിവിജ്വലും, ഇൻകം ഏൺ ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വലും ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ തന്നെ എല്ലാ ഇൻകം ഏണേഴ്സും ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. അഗ്രികൾച്ചർ ഇൻകം ഏൺ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്നതിന് ഒരു സ്പെസിഫിക് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ലിമിറ്റ് അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റഡ് എമൗണ്ടിന് മുകളിൽ ഇൻകം ഏൺ ചെയ്യുന്നവർക്ക് മാത്രമേ ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുള്ളൂ. അതിൻ്റെ ചില ഇൻകം ടാക്സ് റേറ്റുകളും മറ്റുമുണ്ട്. നമ്മളുടെ ഓരോ ഫിനാൻഷ്യൽ ഇയറിലും ബജറ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഈ ബജറ്റ് നൽകുന്ന സമയത്ത് ഫെബ്രുവരി മാർച്ച് ടൈമിൽ സെൻട്രൽ ഗവൺമെൻറ് ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്താണ് ഇൻകം ടാക്സിൻ്റെ റേറ്റ്, അതിനെ ടാക്സ് സ്ലാബ് എന്നാണ് പറയുന്നത്. ഈ ഇൻകം ടാക്സ് സ്ലാബിനനുസരിച്ചാണ് ടാക്സ് പേയ്മെൻറ്റ് ആരൊക്കെ നടത്തണം, അതുപോലെ തന്നെ എത്രയാണ് ടാക്സ് എമൗണ്ട് നടത്തേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത്. നമുക്ക് ആദ്യം ഇൻകം ടാക്സ് എന്താണെന്ന് നോക്കാം. ഇൻകം ടാക്സ് ഈസ് എ ഡയറക്റ്റ് ടാക്സ് levied by the central government on the income earned by the individuals and other non-individual entities directly on during financial year. It is a major source of revenue to the central government. A major portion of the income tax collected is distributed to state government. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഇൻകം ഏൺ ചെയ്യുന്ന ഇൻഡിവിജ്വലിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഈ സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്ത ഇൻകം ടാക്സിൻ്റെ ഒരു മേജർ പോർഷനും നൽകുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. സെൻട്രൽ ഗവൺമെൻറ് പ്രധാനപ്പെട്ട റവന്യൂ സോഴ്സ് എന്ന് പറയുന്നതും ഇൻകം ടാക്സ് ആണ്. ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ ഇൻഡിവിജ്വൽസ് ഏൺ ചെയ്യുന്ന ഇൻകത്തിനനുസരിച്ച് ഒരു നിശ്ചിത എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് നികുതിയായി നൽകുന്നതാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇപ്പോൾ ഇൻകം ടാക്സ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇൻകം ടാക്സിൻ്റെ ഹിസ്റ്ററി പറയാം. ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്നത് 1961 ആണ്. എന്നാൽ ഈ 1961 മുൻപായിട്ട് ആദ്യമായി ഇൻകം ടാക്സ് എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1860 സർ ജെയിംസ് വിൽസൺ എന്ന വ്യക്തിയാണ്. 1857 ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വലിയൊരു ലോസ് സഫർ ചെയ്യേണ്ടതായിട്ട് വന്നു. ഈ ലോസിനനുസൃതമായിട്ടാണ് ഈ ലോസ് മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1860 സർ ജെയിംസ് വിൽസൺ ഇൻകം ടാക്സ് എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം ഈ 1860 ശേഷം ഈ ഒരു ആക്ടിനെ അമെൻമെൻറ്റ് ചെയ്ത് 1886 മറ്റൊരു ഇൻകം ടാക്സ് ആക്ട് പാസ്സാക്കി. അതിനുശേഷം ഇന്ന് കാണുന്ന 1961 വരെയും പല തരത്തിലുള്ള അമെൻമെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ 1886 ഇൻകം ടാക്സ് ആക്ട് 1917 വരെയും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ 1918 പിന്നീട് പുതിയൊരു ആക്ട് പാസ്സാക്കിയത്. ഈ 1918 ശേഷം 1956 വരെയും ആ ഒരു ആക്ട് തന്നെയാണ് ഫോളോ ചെയ്തത്. 1956 ഒരു ലോ കമ്മീഷൻ രൂപീകരിക്കുകയും ആ ലോ കമ്മീഷൻ ടാക്സിനെ കുറിച്ച് പഠിക്കുകയും 1958 അതിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഈ റിപ്പോർട്ടിന് അനുസൃതമായിട്ട് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്
ഡയറക്റ്റ് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കുകയും ഈ കമ്മിറ്റി 1959 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഈ 1958 സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിൻ്റെയും 1959 സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിൻ്റെയും ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന ഇന്ന് കാണുന്ന ഇൻകം ടാക്സ് ആക്ട് 1961 പാസ്സാക്കിയത്. 1961 സെപ്റ്റംബറിലാണ് ഇൻകം ടാക്സ് ആക്ട് നിലവിൽ വന്നത്. പിന്നീട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയത് 1 ഏപ്രിൽ 1962 ഈ ഒരു ആക്ട് വന്നതോടുകൂടിയാണ് ഈ രണ്ട് റിപ്പോർട്ടിൻ്റെ ബേസിലാണ് ഇന്ന് കാണുന്ന 1961 ആക്ട് വന്നത്. അതിനുശേഷം ഒരുപാട് അമെൻമെൻറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്നത് 1961 ആയിട്ട് തന്നെയാണ് ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ CBDTനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ സുപ്രീം അതോറിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നതിനനുസൃതമായിട്ടുള്ള സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ടാക്സുമായി റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും അൾട്ടിമേറ്റ് അതോറിറ്റി, സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് CBDT ആണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ അപ്പെക്സ് ബോഡി ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇറ്റ് ഈസ് empowered to frame rules under the control of central government. It perform various statutory and administrative functions. ഈ CBDT ആണ് ടാക്സ് പേയ്മെൻറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റൂൾസും റെഗുലേഷൻസും കണ്ടീഷൻസും എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ CBDT പ്രൊവൈഡ് ചെയ്ത റൂൾസിനനുസരിച്ചായിരിക്കണം ഓരോ ഇൻഡിവിജ്വലും ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഫിനാൻസ് മിനിസ്റ്ററുടെ കീഴിലായിരിക്കും CBDT പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സുപ്രീം അതോറിറ്റിയാണ് CBDT എന്ന് പറയുന്നത്. ടാക്സുമായി റിലേറ്റ് ചെയ്തുള്ള എല്ലാ റൂൾസ് റെഗുലേഷൻസ് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന CBDT ആണ്. ഫിനാൻസ് മിനിസ്റ്ററുടെ കീഴിലാണ് CBDT പ്രവർത്തിക്കുന്നത്. ടാക്സ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ടാക്സ് സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ് പറയുന്നത്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു ഒരു ഇൻഡിവിജ്വൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിനനുസരിച്ചാണ് ടാക്സ് നൽകേണ്ടത് എന്ന്. ഈ ഇൻകം തന്നെ പല സോഴ്സിൽ നിന്നും ഏൺ ചെയ്യാം. നമ്മൾ ഇന്നലെ സിലബസ് പറഞ്ഞ പറയുന്നത് 5 ഹെഡ്സ് ആണ് ടാക്സിന് പ്രധാനമായിട്ടുള്ളത്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊവിഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ 5 സോഴ്സിൽ നിന്നും കിട്ടുന്ന ഇൻകത്തിനെ നിന്നും ടോട്ടൽ ഇൻകം കണക്കാക്കിക്കൊണ്ടാണ് ആ ടോട്ടൽ ഇൻകത്തിൽ നിന്നുമാണ് ഇൻകം ടാക്സ് എത്രയാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അഗ്രികൾച്ചർ ഇൻകം ടാക്സ് നൽകേണ്ട ആവശ്യം വരുന്നില്ല. ടോട്ടൽ ഇൻകത്തിൽ നിന്നുമാണ് ഇൻകം ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. നേരത്തെ പറഞ്ഞിട്ടുള്ള 5 ഹെഡ്സും കൂടി കൂട്ടിയതാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്.
ഈ 5 ഹെഡ്സിനെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയും. അതിൽ നിന്ന് കുറച്ച് ഡിഡക്ഷൻസ് വരും. ആ ഡിഡക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് വരുന്നതിനെയാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്ഷൻസ് കഴിഞ്ഞ് വരുന്ന ടോട്ടൽ ഇൻകത്തിൽ നിന്നാണ് ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഇൻകം ടാക്സുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ആക്റ്റാണ് ഫിനാൻസ് ആക്ട് എന്ന് പറയുന്നത്. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫിനാൻസ് ബില്ല് അവതരിപ്പിക്കും. ഈ ഫിനാൻസ് ബില്ലിലാണ് ടാക്സ് റേറ്റുകൾ അല്ലെങ്കിൽ ടാക്സ് സ്ലാബ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫിനാൻസ് ആക്ടും ഇൻകം ടാക്സ് ആക്ടും പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒന്നാണ്. ഫിനാൻസ് ബില്ലിനനുസരിച്ചാണ് ഡയറക്റ്റ് ടാക്സിലും ഇൻഡയറക്റ്റ് ടാക്സിലും ചേഞ്ചസ് വരുത്തുന്നത്. ഈ ടാക്സിൻ്റെ റേറ്റും കാര്യങ്ങളിലൊക്കെ ചേഞ്ചസ് വരുത്തുന്നത്, അപ്ഡേഷൻസ് വരുത്തുന്നത് ഫിനാൻസ് ബില്ലിനനുസരിച്ചായിരിക്കും. കമ്പോണൻസ് ഓഫ് ഇൻകം ടാക്സ് ലോ. നമ്മൾ ഒരുപാട് ആക്റ്റുകൾ പറഞ്ഞിരുന്നു. ഈ 1961 ഇൻകം ടാക്സ് ആക്ട് എന്ന് പറഞ്ഞു. ആ ഇൻകം ടാക്സ് ആക്ടിന് ശേഷം ഇൻകം ടാക്സ് റൂൾസ് 1962 ഡെവലപ്പ് ചെയ്തു. ദെൻ ഫിനാൻസ് ആക്ട് ഉണ്ട്, സർക്കുലേഴ്സ് ഉണ്ട്, ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻസ്, കോർട്ട് ഡിസിഷൻസ്. ഇൻകം ടാക്സുമായി റിലേറ്റ് ചെയ്ത് സെക്ഷൻസും റൂൾസും എല്ലാം വരുന്നുണ്ട്. അതാണ് ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം, ഇൻകം ടാക്സ് റൂൾ 1962 പ്രകാരം പറയുന്നത്. അതുപോലെ തന്നെ ടാക്സിൻ്റെ ചില റൂൾസ് റെഗുലേഷൻസും കണ്ടീഷൻസൊക്കെയാണ് സർക്കുലറിലും ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻസിലും എല്ലാം പറയുന്നത്.